ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതും അതുപോലെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സിമ്പിൾ ടിപ്പാണ്. എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ കറണ്ട് ബില്ല് ഓരോ പ്രാവശ്യവും ഇരട്ടിലധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾക്ക് നമ്മൾക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ ഈ ടിപ്പുകളെല്ലാം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകളെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. കറണ്ട് ബില്ല് കുറയ്ക്കുക എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാധനം ബൾബായിരിക്കും. ബൾബിനെല്ലാം വളരെ കുറച്ച് കറണ്ട് ആവശ്യമുള്ളൂ എങ്കിലും കുറേ ദിവസങ്ങൾ ആ കുറച്ച് ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു തുകയായിട്ട് വരും. അപ്പം നിങ്ങളുടെ വീടുകളിൽ ഇതുപോലുള്ള ബൾബ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ബില്ല് സാധാ വരുന്നതിനേക്കാളും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ബൾബുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ ബൾബ് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ കുറച്ച് കറണ്ടിൽ അതിനേക്കാളും നല്ല രീതിയിൽ റൂമിൽ മൊത്തം പ്രകാശം ഉണ്ടാവും. പിന്നെ കൂടാതെ LED ബൾബുകൾ ഉപയോഗിക്കുക. LED ബൾബുകളും വളരെ കുറച്ച് കറണ്ടിൽ നല്ല രീതിയിൽ പ്രകാശം തരുന്നതാണ്. ഇതുപോലുള്ള ബൾബുകൾക്ക് വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബൾബ് കിട്ടും. പക്ഷേ ആ സേവിങ് നമ്മുടെ കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്കത് വലിയൊരു നഷ്ടമായിട്ട് വരും. ജസ്റ്റ് ആ ചൂടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഇതിലോട്ട് വലിച്ചെടുക്കുള്ളൂ. നമുക്ക് കറണ്ട് ബില്ല് കുറേ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പഴയ ബൾബുകളൊക്കെ മാറ്റി ഇതുപോലെയുള്ള ബൾബുകൾ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു ടിപ്പ്, നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലിൽ നമുക്ക് അല്പമെങ്കിലും നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവെ ഈ ഫാന് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ഓഫാക്കും, അതിനുശേഷം വീണ്ടും ഇടും. നമ്മൾ സാധാ കണ്ടിന്യൂസ് ആയിട്ട് തിരിയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റൊക്കെയാണ് പുറത്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫാന് ഓഫ് ആക്കാതെ ഫാൻ അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് പോവുക. 10 മിനിറ്റിൽ കൂടുതലൊക്കെ സമയം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫാൻ ഓഫ് ആക്കുക. ഏതിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യം വരുന്നത്. ഫാൻ നമ്മൾ ഒരുപാട് നേരം, അതായത് 4-5 മണിക്കൂറൊക്കെ നമ്മൾ ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം ഓഫ് ആക്കി ഇടുന്നത് വളരെ നല്ലതാണ്. കാരണം ഫാന് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നീട് നല്ല രീതിയിൽ കറണ്ട് വലിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 4-5 മണിക്കൂർ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഫാന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെയാകുന്ന സമയത്ത് ഫാനിന്റെ മോട്ടറും ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരില്ല, നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ കറണ്ട് ബില്ലും നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഫാൻ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പോൾ മൊബൈൽ ഫോൺ ഇതുപോലെ ചാർജിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പിന്നെ കുറേ പേര് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫോൺ ചാർജിലിടും, അതിനുശേഷം രാവിലെ വരെ അത് ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. 1 മണിക്കൂർ താഴെ സമയം മതി. പക്ഷെ നമ്മളൊരു 10-12 മണിക്കൂറെല്ലാം ഇതുപോലെ ഫോണ് ചാർജറിലിട്ട് വെക്കാറുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ചാർജറിൽ നിന്നും ഫോണ് മാറ്റിയ ശേഷവും ചില സമയങ്ങളിൽ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാതെ ചാർജർ അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വളരെ കുറച്ച് കറണ്ട് ആവശ്യമുള്ളൂ എങ്കിൽ പോലും നമ്മൾ നിരന്തരം ഇതുപോലെ 8-10 മണിക്കൂർ ഒരു ആവശ്യമില്ലാതെ ചാർജർ ഓണാക്കി വെക്കുകയാണെങ്കിൽ അതിലും നല്ല രീതിയിൽ കറണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്തിടുക കേട്ടോ, അത് മറക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കാണുമ്പോഴും പറയുമ്പോഴും ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയെന്ന് വരും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ കറണ്ട് ചിലവാകുന്ന ഒരു സാധനമാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. അയൺ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റർ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ മീറ്റർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യുക, അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വയർ എന്തെങ്കിലും ചെറുതായി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് ചെറുതായിട്ട് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെല്ലോ ടേപ്പ് എന്തായാലും ചെറുതായിട്ടെങ്കിലും ഒട്ടിച്ച് വെക്കുക കേട്ടോ. കാരണം വയർ എവിടെയെങ്കിലും ചെറിയൊരു കട്ടുണ്ടെങ്കിൽ തന്നെ 2 കാര്യങ്ങളാണ്, കറണ്ട് ചിലവെന്നത് മാത്രമല്ല, ഓട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള നമുക്ക് കറണ്ട് അയൺ ബോക്സിലോട്ട് വരില്ല. രണ്ടാമത് നമുക്കുള്ള സേഫ്റ്റിക്കും ഇത് അത്ര നല്ല രീതിയല്ല കേട്ടോ.
കൂടാതെ അയൺ ബോക്സ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ സ്പീഡിൽ ഉപയോഗിക്കാതിരിക്കുക. അതായത് 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് നല്ല കനവുള്ള തുണികളൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ 3-ലും 4-ലൊക്കെ ഇട്ട് അയൺ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ മാക്സിമം 1 അല്ലെങ്കിൽ 2. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് വാണിംഗ് ലൈറ്റ് അറിയാൻ പറ്റും. അപ്പോൾ വാണിംഗ് ലൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ അയൺ ചെയ്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അയൺ ബോക്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് കറണ്ടിൽ തന്നെ ആ ചൂട് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. കനം കൂടിയ ഡ്രസ്സുകളെല്ലാം ആദ്യം തേച്ചതിന് ശേഷം പിന്നെ കനം കുറഞ്ഞ ഡ്രസ്സുകൾ തേക്കുമ്പോൾ അല്പം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ചൂടിൽ തന്നെ തേച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് കുറച്ചെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഐറ്റം, നമുക്ക് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അടുക്കളയിലെ മിക്സി. അയൺ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മിക്സി എന്ന് പറയുന്നതും ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മിക്സി, ഗ്രൈൻഡർ, ഈ പറയുന്ന 2 സാധനങ്ങളും നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടണമെങ്കിൽ. ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക. അത് ഗ്രൈൻഡർ ആണെങ്കിലും മിക്സി ആണെങ്കിലും. അത് മിക്സി, ഗ്രൈൻഡർ അരയ്ക്കുന്നത് മാക്സിമം നമുക്ക് വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. കാരണം 6 മണിക്ക് ശേഷം ഒരുപാട് എല്ലാവിടെയും നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ വോൾട്ടേജ് കുറവുണ്ടാവും. ആ വോൾട്ടേജ് കുറവുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് വരാനും കൂടാതെ കറണ്ട് ബില്ലും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ 6 മണിക്ക് മുമ്പായിട്ട് മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന് ശേഷം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചധികം കറണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഓണാക്കിയിടാൻ ശ്രമിക്കുക. ഏത് റൂമിലാണോ നമുക്ക് ആവശ്യം അവിടെ ലൈറ്റ് ഓണാക്കിയിടുക. നമ്മൾ ട്യൂബ് ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഡേഞ്ചർ, നല്ല പ്രകാശം ഉണ്ടാവും. പ്രകാശത്തിനനുസരിച്ച് നമുക്ക് കറണ്ടും ചിലവാകുന്ന ഒരു ഐറ്റമാണ്. അപ്പം അതുപോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഫ്രിഡ്ജ്. പക്ഷേ ഫ്രിഡ്ജിൽ നമുക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് ലാഭിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കൂടിയാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ ഏത് തരത്തിലാണ് നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ എപ്പോഴും ഐസ് കട്ടി കൂടാതെ ഇതുപോലെ എപ്പോഴും നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം കംപ്രസറിന് നല്ല രീതിയിൽ ഉപയോഗം കൂടും, നല്ല രീതിയിൽ കറണ്ട് ചിലവാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ തിക്കി നിറച്ച് വെക്കാതിരിക്കുക കേട്ടോ. വേണ്ട സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ അതേ ചൂടോടെ കറികൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാതിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അരമണിക്കൂറോളം കറി സാധാ നോർമൽ ടെമ്പറേച്ചറിലോട്ട് ആയതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത്രയും ചൂടുള്ള സാധനത്തിന് തണുപ്പിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ കറണ്ട് ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബോക്സിലാക്കി വരുന്ന പാലുകൾ ഇത് ഓപ്പൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് യാതൊരു കംപ്ലൈൻറ്റും വരില്ല, നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതേസമയം ഇത് ഓപ്പൺ ചെയ്തതാണ്. ഇത് ഓപ്പൺ ചെയ്താവുന്ന സമയത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. ഇത് പൊട്ടിക്കാത്ത പാല് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് നമ്മുടെ വീട്ടിൽ മാസം തോറും കൂടി വരുന്ന കറണ്ട് ബില്ല് കുറയ്ക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സുകളാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് സേവ് ചെയ്യാനും കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.